സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹനകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനകുമാർ, ഇപ്പോൾ നമ്മൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് ആണ്. ഹാപ്പി അവർ അടക്കമുള്ള പരിപാടികൾ കൂടുതലായി എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും വാങ്ങാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പരിമിതമായ വില അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് സാധനങ്ങൾ പൊതുവിപണിക്ക് പുറമെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ്. ഇത് മലയാളിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഓണമാണ്. ആ ഒരു ഓണക്കാലത്ത് സാധാരണക്കാരന് എല്ലാ സമയത്തെയും എന്ന പോലെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടാൻ കഴിയണം. പ്രത്യേകിച്ച് രാജ്യം വലിയ വിലക്കയറ്റത്തിൽ കൂടി കടന്നു പോകുന്ന എത്രയോ ദിവസങ്ങളായി അതിൻ്റെ അല്ലെങ്കിൽ എത്രയോ നാളുകളായി അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളാത്തൊരു ഘട്ടമുണ്ട്. അവിടെയാണ് സംസ്ഥാന സർക്കാർ വിപണിയിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈവനിംഗ് ഡിബേറ്റിൽ പ്രേക്ഷകരുമായി സംസാരിക്കുന്നത്. വലിയൊരു ഇടപെടലല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ മോഹൻകുമാർ? തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു ഇടപെടലാണെന്ന് മാത്രമല്ല, ഈ ഇടപെടലിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഘടകങ്ങൾ, ഇപ്പോൾ കൺസ്യൂമർ ഫെഡ്, ത്രിവേണി സ്റ്റോറുകൾ, മിൽമ, ഹോർട്ടിക്രോപ്പ്, ഇപ്പോൾ ഇങ്ങനെയുള്ള സപ്ലൈകോ, ഇവരെല്ലാം പരസ്പരം മത്സരിക്കുകയാണ്. പരസ്പരം മത്സരിക്കുന്നത് കൂടുതൽ കടകൾ തുടങ്ങുന്നതിനും അത് ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലുൾപ്പെടെ കടകൾ തുടങ്ങി പരമാവധി ആളുകളുടെ കയ്യിൽ വളരെ വില കുറച്ച് 200ഓളം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നതിനുള്ള ഒരു മത്സരത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പല ഘടകങ്ങൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ 930 രൂപയ്ക്കാണ് 1500 രൂപയ്ക്കുള്ള ഒരു കിറ്റ്, ഭക്ഷ്യധാന്യ കിറ്റ് നമ്മുടെ കൺസ്യൂമർ ഫെഡ് കൊടുക്കുന്നത്. അതിനോട് മത്സരിച്ചുകൊണ്ട് സപ്ലൈകോ ചെയ്യുന്നത് 1275 രൂപ വില വരുന്ന ഒരു കിറ്റ് ഏകദേശം 750-75 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ത്രിവേണി സ്റ്റോർ, ഹോർട്ടിക്രോപ്പ് 10% മുതൽ 50% വരെയാണ് പഴവർഗ്ഗങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നത്. അതുപോലെ പാലുൽപ്പന്നങ്ങളുടെ വില, കൈത്തറി സ്ഥാപനങ്ങൾ മറ്റൊരു സ്ഥലത്ത് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില കുറച്ച് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ കാണേണ്ട മറ്റൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഇന്ത്യയിലെ കാർഷിക മേഖല മുഴുവനും അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഇന്ന് റിലയൻസ് ട്രെൻഡ് പോലുള്ള കോർപ്പറേറ്റുകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 12,000 കടകൾ റിലയൻസ് ട്രെൻഡ് മാത്രം ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. 2 മെട്രിക് ടൺ ഫ്രൂട്ടാണ്, പഴവർഗ്ഗങ്ങളാണ് ഓരോ ദിവസവും കർഷകരിൽ നിന്നും ശേഖരിച്ച് റിലയൻസ് ട്രെൻഡ്സ് വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഓണം പോലുള്ളൊരു ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുത്തകകളുടെ ഏറ്റവും വലിയ ഉത്സവമായിരിക്കും. അവർ പരമാവധി വില കൂട്ടിവിറ്റ് ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളെ പിഴിയുന്നതിനുള്ള, വിലക്കയറ്റത്തിലൂടെ പിഴിയുന്നതിനുള്ള ഒരവസരം കാത്തിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അതിൻ്റെ എല്ലാ ആയുധങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക്, എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും, അതിൽ ഒരു തരത്തിലുള്ള വരുമാന വ്യത്യാസവും വയ്ക്കാതെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പരമാവധി വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും ത്രിവേണി മാർക്കറ്റുകളും അതുപോലെ തന്നെ മിൽമയും ഹോർട്ടിക്രോപ്പും ഖാദി ഉൽപ്പന്ന ശൃംഖലകളും ഇങ്ങനെയുള്ള എല്ലാ ശബരി ഉൽപ്പന്നങ്ങളും എല്ലാം പരമാവധി ശ്രമിക്കുന്നത്.